نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه ഹായ് ഗൈസ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിന്റെ ഇന്റഗ്രേഷൻ 2ാമത്തെ ദിവസത്തെ ചോദ്യപേപ്പർ നോക്കാൻ പോവാണ്. 1ാമത്തെ ദിവസത്തെ ചോദ്യപേപ്പർ നമ്മൾ ആദ്യം നോക്കിയിട്ടുണ്ടല്ലോ. അത് വേണേ പോയിട്ട് കണ്ടോളൂ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ചോദ്യപേപ്പർ മാത്രമല്ല, ഇമ്പോർട്ടന്റ് പാർട്സ് അത് ഇത് എന്തൊക്കെയോ കണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടില്ല ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ ചാനലിലുണ്ട്. ഇപ്പൊ തന്നെ പോയിട്ട് ചോന്ന ബട്ടൺ, അത് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ, ആ പോയിട്ട് അടിച്ചു കൊടുക്ക്. ചോന്ന ബട്ടൺ ലൈക്കും കൂടെ ഉണ്ടായിക്കോട്ടെ. പിന്നെ നമ്മളെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്തോടെ നമ്പർ പോകുന്നുണ്ട്, 9496545588 എന്ന് പറയുന്ന ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ അകത്ത് PDF മെസ്സേജ്, ഈ പറഞ്ഞ വീഡിയോന്റെ ലിങ്കുകൾ കാര്യങ്ങളൊക്കെ അതിലേക്ക് വരും. അതൊക്കെ കണ്ട് സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് റെഡി പോവുകയാണ്. നമ്മൾ ചോദ്യങ്ങൾ നോക്കാൻ വേണ്ടി പോവാണ്. ഉഗ്രതരം 2ാം ദിവസം. വരികൾ കൂട്ടിച്ചേർക്കാം. എങ്ങനെയാണ് വരികൾ? ഓണക്കാലത്തെ കുറിച്ച് മാളു എഴുതിയ കവിത നോക്കൂ. കൂടുതൽ വരികൾ എഴുതി ചേർക്കൂ. പൂക്കൾ ചിരിക്കുന്നൊരോണക്കാലം, പൂത്തുമ്പി പാറുന്നൊരോണക്കാലം. അത്ര മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മളോട് എഴുതാൻ വേണ്ടി പറയാ. നമുക്ക് എഴുതി കൂടെ? എന്ത് സിമ്പിൾ ആയിട്ട് എഴുതാം. നമ്മൾ ഇതൊക്കെ ഇത്ര എണ്ണം കണ്ടത് അതുപോലത്തെ നമ്മൾ അല്ലേ നോക്കാം. നമുക്ക് എങ്ങനെയാ? പൂക്കൾ ചിരിക്കുന്നൊരോണക്കാലം, പൂത്തുമ്പി പാറുന്നൊരോണക്കാലം, പൂപ്പറിച്ചുണ്ണികൾ ഉത്സാഹത്തിൽ ഓടി നടക്കുന്നു മേടുതോറും, മാവേലി മന്നൻ എഴുന്നള്ളാറായി പൂക്കളം തീർത്തിടാ ഉണ്ണികളെ. ഇതേപോലെ വരികൾ എഴുതുമ്പോ മുകളിലത്തെ വരിനോട് ചേർന്നിട്ടില്ല എന്താണോ മുകളിലത്തെ വരിയിൽ പറഞ്ഞത്. ഇവിടെ ഓണത്തിനെ പറ്റിയിട്ടാണ് മുകളിലത്തെ വരി പറഞ്ഞത് ഇല്ലേ? അപ്പൊ ഓണത്തിനെ പറ്റിയിട്ടുള്ള വരികൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? താഴോട്ട് എഴുതി കൊടുക്കുക. ഓണത്തിന് പൂക്കൾ ഉണ്ടാവും ഇല്ലേ? അതേപോലെ തന്നെ പായസം വെക്കും, സദ്യ ഉണ്ടാവും. ഇതൊക്കെ നമുക്കറിയാം അല്ലെ? ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. ഇതന്നെ എഴുതണമെന്നില്ല. ഇതൊക്കെ വെച്ചുകൊണ്ട് എൻ്റെ മക്കൾക്ക് എഴുതാം. എന്താണോ മുകളിൽ പറഞ്ഞിട്ടുള്ളത് അത് വെച്ചുകൊണ്ട് എഴുതുക. ഓക്കെ, റെഡി? അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നല്ല ശീലങ്ങളും ദുശ്ശീലങ്ങളും ചീത്ത ശീലങ്ങളും. മീനുവിന്റെ ക്ലാസ്സിൽ പുതുതായി ഒരു ടീച്ചർ വന്നു. ആദ്യ ദിവസം ടീച്ചർ ശുചിത്വ ശീലങ്ങൾ, ഒഴിവാക്കേണ്ട ശീലങ്ങളെ കുറിച്ചുമാണ് പഠിപ്പിച്ചത്. അവ മീനു ഓക്കെ, അതായത് മീനുവിന്റെ ക്ലാസ്സിൽ ഒരു ടീച്ചർ വന്നു. ടീച്ചർ ശുചിത്വ ശീലങ്ങളും അതേപോലെ തന്നെ ഒഴിവാക്കേണ്ട ശീലങ്ങളും ചീത്ത ശീലങ്ങളൊക്കെ പറ്റി ക്ലാസ് എടുത്തു. അപ്പൊ ടീച്ചർ ഇങ്ങനെ എഴുതിയും കൊടുത്തല്ലോ. മീനു എന്ത് ചെയ്തു? എല്ലാം ഒരുമിച്ച് എഴുതി. ചീത്ത ശീലങ്ങളും പിന്നെ നല്ല ശീലങ്ങളും ഒക്കെ ഒരുമിച്ച് എഴുതി. ഇനി മിനുവിനെ നമ്മൾ സഹായിച്ചു കൊടുക്കുക. ഇത് നല്ല ശീലം ഏതാണ്, ഇത് പിന്നെ ചീത്ത ശീലം ഏതാണ് നോക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ? നമുക്ക് സഹായിച്ചു കൊടുക്കാം. നോക്കാം. നഖം കടിക്കൽ എന്താ? ചീത്ത ശീലമാണ്. പല്ലു തേച്ചിട്ട് മാത്രം ആഹാരം കഴിക്കൽ നല്ല ശീലമാണ്. ചെവി തോണ്ടൽ, നമുക്ക് എന്ത് ചെയ്യാം? ശരിയും തെറ്റൂടാ. നല്ല ശീലത്തിന് ശരിയിടാ, മോശം ശീലത്തിന് തെറ്റൂടാ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നഖം കടിക്കൽ ചീത്ത ശീലം അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് പല്ല് തേച്ചിട്ട് മാത്രം ആഹാരം കഴിക്കൽ നല്ല ശീലം. ചെവി തോണ്ടൽ ചീത്ത ശീലം. നഖങ്ങൾ വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കൽ നല്ല ശീലം. പല്ലിനിടയിൽ കുത്തൽ ചീത്ത ശീലമാണ്. ദിവസവും 2 നേരം കുളിക്കൽ നല്ല ശീലമാണ്. ആഹാരം വാരി വലിച്ചു കഴിക്കൽ ചീത്തം ശീലമാണ്. വീടിന് വെളിയിൽ ചെരുപ്പിട്ടി നടക്കൽ നല്ല ശീലമാണ്. ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും വായ് മറയ്ക്കൽ നല്ല ശീലമാണ് അല്ലേ? ഓക്കെ, ദിവസവും 2 നേരം കുളിക്കൽ, പല്ല് തേച്ചിട്ട് മാത്രം ആഹാരം കഴിക്കൽ, വീടിന് വെളിയിൽ ചെരുപ്പിട്ട് നടക്കൽ, നഖങ്ങൾ വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കൽ, തുമ്മുമ്പോൾ വായ മറക്കൽ, ഇതൊക്കെ നല്ല ശീലമാണ്. ഇനി ചീത്ത ശീലങ്ങൾ ഏതൊക്കെ? നഖം കടിക്കൽ ചീത്തം ശീലമാണ്. ആഹാരം വാരി വലിച്ചു കഴിക്കൽ ചീത്ത ശീലമാണ്. ചെവി തോണ്ടൽ ചീത്ത ശീലമാണ്. പല്ലിനിടയിൽ കുത്തൽ എന്താണ്? ചീത്ത ശീലമാണ്. ഓക്കെ ആണോ? ഒക്കെ സിമ്പിൾ, നമ്മൾ പഠിച്ചതാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രവർത്തനം 9. കലണ്ടർ തന്നിട്ടുണ്ട്. ഉണ്ണിയുടെ സ്കൂളിൽ ശാസ്ത്രോത്സവം, കായികമേളയൊക്കെ വരികയാ. ടീച്ചർ തീയതികൾ ബോർഡിൽ എഴുതിയത് ഉണ്ണി ബുക്കിൽ കുറിച്ചിട്ടു. പക്ഷെ ഏത് ദിവസം എന്ന് അറിയില്ല. കലണ്ടർ നോക്കി ദിവസം കണ്ടെത്താൻ ഉണ്ണിയെ സഹായിക്കൂ. ഇവിടെ വലിയൊരു കലണ്ടർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ദിവസം കണ്ടെത്താം. എന്താ ചോദ്യം നോക്കാം നമുക്ക്. അത്ലറ്റിക് മത്സരങ്ങൾ 10ാം തീയതി. 10 എന്ന് പറയുന്നത് ഏതാ? ചൊവ്വയാണ് അല്ലെ? 10 എന്ന് പറയുന്നത് ചൊവ്വയാണ്. മറ്റു കായിക മത്സരങ്ങൾ 17ാം തീയതി. 17 ഏതാ? 17 നോക്ക്. 17 ഏതാ? 17 എന്താ? 17 ചൊവ്വയല്ലേ?
17 ചൊവ്വയാണ്. പിന്നെയോ ചിത്രരചനാ മത്സരം 16-ാം തീയതി. 16 എന്ന് പറയുന്നത് എന്താ? തിങ്കളാണ് അല്ലേ? 16 തിങ്കളല്ലേ? നമ്മളിവിടെ കണ്ടില്ലേതാ 16 എന്താ? തിങ്കൾ. പിന്നെയോ അടുത്തത് എന്താ ചോദ്യം? കലാമത്സരങ്ങൾ 23-ാം തീയതി. കലാമത്സരം 23 എന്താ? തിങ്കൾ അല്ലേ? എന്താണ് 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 എന്താണ്? ഈസിയാണ് ഈസിയാണ്. ഇങ്ങനെ വന്നാ നമ്മൾ എഴുതും ഈസി 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 ഈസി. യെസ് ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. താഴെ കൊടുത്തിരിക്കുന്ന ജീവികളെ അവയുടെ സഞ്ചാര അനുസരിച്ച് വരച്ച് യോജിപ്പിക്കുക. ഇഴഞ്ഞു പോകുന്നത് ആരാണ്? ഇഴഞ്ഞു പോകുന്നത് പാമ്പ്. പിന്നെയോ പറന്നു പോകുന്നത് കാക്ക. പിന്നെയോ തുമ്പി. നടന്നു പോകുന്നത് ആന. പിന്നെയോ ചാടി ചാടി പോകുന്നത് ഇതാ അണ്ണാൻ അല്ലേ? അങ്ങനെയല്ലേ? നമുക്ക് ഇഴഞ്ഞു പോകുന്നത് ഒരാളെ കൂടെ വരയ്ക്കാണ്ടല്ലേ? ഏതാ അല്ലേ? അത് വരച്ചോ. ചാടി ചാടി പോകുന്നത് അണ്ണാൻ. പിന്നെയോ പറന്നു പോകുന്നത് കാക്ക. അതുപോലെ തന്നെ തുമ്പി. നടന്നു പോകുന്നത് ആന. ഇതൊക്കെ നമുക്ക് അറിയുന്നത്. സിമ്പിൾ അല്ലേ ഇതൊക്കെ? ഇതൊക്കെ വളരെ സിമ്പിളാ. കറുത്ത പാറയ്ക്ക് വെളുത്ത വേര്. എന്താണത്? കറുത്ത പാറയ്ക്ക് വെളുത്ത വേര്. കൊമ്പിൽ കുറുവടി ചാടിച്ചാടി. കറുത്ത വെളുത്ത വേര് എന്ന് പറഞ്ഞാൽ എന്താ? ആനയാണ് അല്ലെ? പിന്നെയോ കൊമ്പിൽ കുറുവടി ചാടിച്ചാടി എന്ന് പറഞ്ഞാൽ അതെന്താ? അണ്ണാൻ. അപ്പോ കറുത്ത പാറയ്ക്ക് വെളുത്ത വേര് എന്ന് പറയുമ്പോ അത് ആനയാണ്. കൊമ്പിൽ കുറുവടി ചാടി 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 ചോടി 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 എന്ന് പറഞ്ഞാൽ എന്താ? അത് അണ്ണാനാണ് അല്ലേ? അപ്പൊ നമ്മൾ പ്രവർത്തനം 10 ജീവികളുടെ അവരുടെ സഞ്ചാര രീതിക്ക് അനുസരിച്ച് നമ്മളോട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മൾ വരച്ചു കൊടുത്ത് ഏതൊക്കെയാ? എഴഞ്ഞു പോകുന്നതിന് നമ്മൾ വരച്ചു കൊടുത്ത്, പറന്നു പോകുന്നതിന് നമ്മൾ വരച്ചു കൊടുത്ത്, നടന്നു പോകുന്നതിന് നമ്മൾ വരച്ചു കൊടുത്ത്, ചാടി ചാടി പോകുന്നതിന് നമ്മൾ വരച്ചു കൊടുത്ത്. ഇല്ലേ? ഉണ്ട്. വരച്ചു കൊടുത്തിട്ടില്ലേ? ഉണ്ട്. യെസ് ഗൈസ്, അങ്ങനെ കലണ്ടറിന്റെ നമ്മൾ എഴുതി. പിന്നെ എന്താ നമ്മൾ എഴുതിയത്? നല്ല ശീലങ്ങളും ദുശ്ശീലങ്ങളും എഴുതി. പിന്നെ വരികളൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്ത്. ഇല്ലേ? ഇനി എന്താ ഉള്ളത്? ഇനി ഒന്നുമില്ല. അത്രയേ ഉള്ളൂ. യെസ് ഗൈസ്, അത്രയേ ഉള്ളൂ. ഇത്രയും ചോദ്യങ്ങൾ 2ാമത്തെ ദിവസം നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ 3ാമത്തെ ദിവസത്തെ നമുക്ക് നോക്കണ്ടേ? നിങ്ങൾ 1ാമത്തെ ദിവസത്തെ കണ്ടിട്ടുണ്ടോ? 1ാമത്തെ ദിവസത്തെ ചോദ്യം ഇട്ടിട്ടുണ്ട്. വേഗം പോയിട്ട് നോക്ക്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. ക്ലാസ് ഗ്രൂപ്പിലേക്കൊക്കെ അയച്ചു കൊടുക്കണം. സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാണ്. വെറുതെ കൊടുത്താലും ഞെക്കാൻ വേണ്ടി കൊടുത്താണ്. അവിടെ ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബൈ ബൈ, ടാറ്റാ.